വീണ്ടും നിങ്ങളുടെ ഒപ്പം ആയിരിക്കാൻ കർത്താവ് സഹായിക്കുന്ന ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകാൽ ഇന്നലെ ജെറിൻ്റെയും റിൻഷിയുടെയും വിവാഹത്തിലുള്ള ബന്ധത്തിൽ നമുക്കെല്ലാവർക്കും അല്ലെങ്കിൽ നമുക്ക് ഭൂരിപക്ഷം പേർക്ക് ഇവിടെ ആയിരിക്കാനൊക്കെ കർത്താവ് ഇടയാക്കി കടന്നു വന്ന എല്ലാവരെയും ദൈവം ധാരാളം അനുഗ്രഹിക്കട്ടെ. സഭയായി നിങ്ങൾ ദീർഘനാളുകളായി ആ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തു. സ്തോത്രം. അതിൻ്റെ ഫലമായി എല്ലാ കാര്യങ്ങളും മനോഹരമായി നടക്കുവാൻ തക്കോണം കർത്താവ് സഹായിച്ചല്ലോ. അതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എല്ലാവരോടും നന്ദി അറിയിക്കുകയാണ്. തുടർന്നും നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. സ്തോത്രം. ഇന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് ഷെയർ ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ അത് പറ്റുമോ ഞാനിങ്ങനെ ചിന്തിച്ചു. കാരണം ഇന്നലെ അല്പം തിരക്കൊക്കെ ആയിരുന്നു. എന്നാൽ ദൈവം തന്ന ഒരു വചനം, ചെറിയൊരു വചനം, ഒരു സിമ്പിളായിട്ടൊരു വചനം ഷെയർ ചെയ്ത് ദൈവസ്ഥാനത്തിലിരിക്കുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നമുക്ക് വായിക്കാം. സഭാപ്രസംഗി 4-ാം അധ്യായം അതിൻ്റെ 9 തൊട്ട് 12 വരെയുള്ള വാക്യങ്ങൾ. എക്ലീസിയാസ്റ്റിസ് ചാപ്റ്റർ 4 വേഴ്സ് 9 till 12. നല്ല പ്രതിഫലം കിട്ടുന്നു. വീണാൽ ഒരുവൻ മറ്റവനെ എഴുന്നേൽപ്പിക്കും. ഏകാകി വീണാലോ അവനെ എഴുന്നേൽപ്പിക്കുവാൻ ആരുമില്ലായകൊണ്ട് അവന് അയ്യോ കഷ്ടം. രണ്ടുപേരൊന്നിച്ച് കിടന്നാൽ അവർക്ക് കുളിർമാറും. ഒരുത്തൻ തന്നെയായാലോ എങ്ങനെ കുളിർമാറും? ഒരുത്തനെ ആരെങ്കിലും ആക്രമിച്ചാൽ രണ്ടുപേർക്ക് അവനോട് എതിർത്ത് നിൽക്കാം. മുപ്പരിച്ചരട് വേഗത്തിൽ അറ്റുപോകുകയില്ല. Amen. Two people are better off than one, for they can help each other succeed. If one person falls, the other can reach out and help. But someone who falls alone is in real trouble. Likewise, two people lying close together can keep each other warm. But how can one be warm alone? A person standing alone can be attacked and defeated, but two can stand back to back and conquer. Three are even better, for a triple-braided cord is not easily broken. Praise the Lord. ഇന്ന് നമ്മൾ ഈ വാക്യം വായിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും, what is this verse, what is this Bible passage all about? It's about the fact that we are a team. Amen. നമ്മൾ ഒരു ടീമാണ് എന്ന് പറഞ്ഞാൽ നമ്മളെ ദൈവം ഉണ്ടാക്കിയിരിക്കുന്നത് ഒറ്റയ്ക്ക് നമ്മുടെ ഇഷ്ടപ്രകാരം ജീവിച്ചു പോകാൻ വേണ്ടിയല്ല. നമ്മളെ ഒരു സോഷ്യൽ ബീയിങ്സ് ആയിട്ടാണ് ദൈവം ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്, ഇല്ലേ? നമുക്കൊരിക്കലും ഒറ്റയ്ക്ക് ലോകത്തിൽ സർവൈവ് ചെയ്യാൻ കഴിയത്തില്ല. അത് നന്നല്ല എന്നുള്ളതാണ് ദൈവത്തിൻ്റെ വചനം നമ്മളെ പഠിപ്പിക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരുന്നത്. അതുകൊണ്ട് എല്ലാ മേഖലകളിലും നമ്മൾ ടീമായിട്ട് പ്രവർത്തിച്ചാൽ മാത്രമേ വിജയകരമായി നമുക്ക് മുൻപോട്ട് പോകുവാൻ ഇടയായിത്തീരത്തുള്ളൂ. അതേത് മേഖലയിലും നമ്മൾ ചിന്തിച്ചാൽ അതങ്ങനെ തന്നെയാണ്. സ്തോത്രം. നമ്മുടെ കുടുംബജീവിതത്തിൽ പുജറിനും റിൻഷിയും ഇന്നലെ വിവാഹം കഴിച്ചു. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം അത് ദൈവം നിയോഗിച്ചതാണ്. അത് ദൈവത്തിൻ്റെ ഒരു ഓർഡിനൻസാണ്. സ്തോത്രം. അതുകൊണ്ട് വിവാഹം അത് ഈ ലോകത്തിലെ ഒരു ചെറിയ കോൺട്രാക്റ്റ് മാത്രമല്ല, അത് സ്വർഗത്തിൽ അത് പ്രഖ്യാപിച്ചിരിക്കുന്ന ഒരു കമാൻഡ്മെൻ്റാണ്. സ്തോത്രം. ഏമന. ദൈവത്തിൻ്റെ ഹിതമുള്ളവർ അതെല്ലാം അതിൽ അവർ പാർട്ടിസിപ്പേറ്റ് ചെയ്യുമ്പോൾ അവിടെ ദൈവനാം മഹത്വപ്പെടുകയാണ്. കാരണം ഒരുമിച്ച് നിന്നാൽ അവിടെയാണ് ദൈവപ്രവൃത്തി വെളിപ്പെടുവാൻ തക്കവണ്ണം ഇടയായിത്തീരുന്നത്. പക്ഷേ അത് കുടുംബജീവിതത്തിൽ മാത്രമല്ല, നമ്മുടെ സഭകളിൽ ഏമേൻ അത് നമുക്ക് ആ ടീം വർക്ക് ടീമായിട്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നതെങ്കിൽ എത്രത്തോളം അത് എഫക്റ്റീവായിട്ട് മുന്നേറാൻ കഴിയുമെന്ന് നമുക്ക് നന്നായിട്ട് അറിയാവുന്ന കാര്യമാണ്. നമ്മുടെ ജോലി സ്ഥലങ്ങളിൽ ഏമേൻ നമ്മുടെ കൂട്ടുകാരുടെ ഇടയിലൊക്കെയും നമുക്കറിയാം, നമുക്ക് അങ്ങനെയൊക്കെ ഉള്ളത് തന്നെ നമുക്ക് ഒറ്റയ്ക്ക് ഒരിക്കലും അങ്ങനെ ലോൺലി ആയിട്ട് ജീവിച്ച് മുന്നോട്ട് പോകാൻ കഴിയത്തില്ല. അങ്ങനെ ആഗ്രഹിക്കുന്നവരുണ്ട്. ആരും വേണ്ട, ഒറ്റയ്ക്ക് ജീവിക്കുന്നതാണ് സമാധാനത്തോടെ ജീവിക്കാൻ പറ്റുന്നത്. ലോൺലി ആയിട്ട് ഇൻട്രോവേർട്സ് ആയിട്ടുള്ള പലരും ഉണ്ട്. അവർ കുറച്ചുകൂടെയൊക്കെ they like their own company. They don't like any other people's company. They like their own company. അപ്പം അതൊക്കെയും തെറ്റാണെന്നല്ല ഞാൻ പറഞ്ഞത്, അതൊക്കെ നല്ല കാര്യങ്ങൾ തന്നെയാണ്. പക്ഷേ അങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്നാൽ, അങ്ങനെ മാത്രം ഒറ്റപ്പെട്ട് ഒരു ഐലൻഡിലൊക്കെ പോയി തന്നെ ജീവിച്ചാൽ എത്രത്തോളം സർവൈവ് ചെയ്യാൻ പറ്റുമോ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്.
ആമേൻ. നമ്മുടെ ജോലി സ്ഥലങ്ങളൊക്കെയും നമ്മൾ അങ്ങനെ തന്നെയല്ലേ ചെയ്യുന്നത്. നമുക്ക് ഒരാളിൽ ആശ്രയിക്കാതെ, നമ്മുടെ മാനേജേഴ്സൊക്കെ പറയുന്ന പോലെ കാര്യങ്ങൾ ചെയ്യാതെ, നമ്മുടെ കോവർക്കേഴ്സിൻ്റെ കൂട്ടത്തിൽ ഒരുമിച്ച് പ്രവർത്തിക്കാതെ ഒന്നും കാര്യങ്ങൾ മുൻപോട്ട് നീങ്ങത്തില്ല. അതുകൊണ്ട് പലപ്പോഴും ജോലി സ്ഥലങ്ങളും നമുക്ക് അതിനകത്ത് യാതൊരു ബുദ്ധിമുട്ടും തോന്നാറില്ല. കാരണം അങ്ങനെ ടീമായിട്ട് നമ്മൾ വർക്ക് ചെയ്തില്ലെങ്കിൽ നമുക്ക് മാസാവസാനം വി വിൽ നോട്ട് റിസീവ് ദ വേജസ്, ഇസ്ന്റ് ഇറ്റ്? വി വിൽ നോട്ട് ഗെറ്റ് ദ സാലറി. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അവിടെയൊക്കെ ഒരു കുഴപ്പമില്ലാതെ സന്തോഷത്തോടെ ടീമായിട്ട് വർക്ക് ചെയ്യുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. പക്ഷെ അതുപോലെ തന്നെ നമ്മുടെ സഭകളിലും നമ്മുടെ കുടുംബങ്ങളിലും നമ്മുടെ കൂട്ടുകാരുടെ ഇടയിലൊക്കെയും അങ്ങനെ ഒരു ടീമായിട്ട് പ്രവർത്തിക്കുമ്പോൾ അത് എത്രത്തോളം അനുഗ്രഹമായി തീരും. ഒരു മോണിറ്ററി ബെനിഫിറ്റിന് വേണ്ടി മാത്രമല്ല, പക്ഷെ അതിനേക്കാളും വലിയ ബ്ലെസ്സിങ്സ് വേറെയുണ്ട്. സ്തോത്രം. അതുകൊണ്ട് ഒരുമിച്ച് നിന്നാൽ മാത്രമേ നമുക്ക് ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ കഴിയത്തുള്ളൂ. പ്രധാനമായി നമുക്കറിയാം, നമ്മൾ ടീമായിട്ട് നിൽക്കുന്നതിൻ്റെ അൾട്ടിമേറ്റ് ആയിട്ടുള്ള അതിൻ്റെ പർപ്പസ്, ദി അൾട്ടിമേറ്റ് പർപ്പസ് ഫോർ വൈ വി ഷുഡ് ബി എ ടീം ദാറ്റ് ഈസ് യുണൈറ്റഡ് ഈസ് ഫോർ ദ ഗ്ലോറി ഓഫ് ഗോഡ്. ആമേൻ. നിങ്ങൾ തിന്നാലും കുടിച്ചാലും എന്ത് ചെയ്താലും അത് ദൈവനാമത്തിന് വേണ്ടി ചെയ്യണമെന്നാണ് ദൈവത്തിൻ്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നത്. വാട്ട് എവർ യു ഈറ്റ് ഓർ ഡ്രിങ്ക്, ആമേൻ, ഡസൻറ്റ് മാറ്റർ. What matters is to bring glory to the name of God. Amen. And we can only do that if we are a team, if we do it together. That is how God has intended everything to do. Amen. That is what God has planned for his creation. And we can see that in Genesis chapter 2 verse 18, isn't it? Let's read Genesis chapter 2 verse 18. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം അതിൻ്റെ 18-ാം വാക്യം നമുക്കൊന്ന് വായിക്കാം. അനന്തരം യഹോവയായ ദൈവം മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല, ഞാൻ അവന് തക്കതായ ഒരു തുണി ഉണ്ടാക്കി കൊടുക്കുമെന്ന് അരുളി ചെയ്തു. Amen. Then the Lord God said, it is not good for the man to be alone. I will make a helper who is just right for him. അപ്പോൾ ഇവിടെ ദൈവത്തിൻ്റെ ക്രിയേഷൻ നമ്മളൊന്ന് പഠിച്ചു കഴിഞ്ഞാൽ, ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 2-ാം അധ്യായം അവിടെയൊക്കെയും ദൈവത്തിൻ്റെ ക്രിയേഷൻ നമ്മളൊന്ന് പഠിച്ചു കഴിഞ്ഞാൽ അവിടെ എല്ലാം സൃഷ്ടിച്ചു കഴിയുമ്പോൾ ദൈവം പറയുന്നൊരു കാര്യമുണ്ട്, ഇറ്റ് ഈസ് ഗുഡ്. ആമേൻ. അവിടെ നമ്മൾ വായിക്കുന്നു, ഫോർ ഗോഡ് സോ ദാറ്റ് ഇറ്റ് ഈസ് ഗുഡ്. പക്ഷെ ഒരു കാര്യം മാത്രമാണ് ദൈവം നന്നല്ല, ഇറ്റ് ഈസ് നോട്ട് ഗുഡ് എന്ന് പറയുന്നത്. അതേത് സാഹചര്യത്തിലാണ്? ആമേൻ. ആദാം ഒറ്റയ്ക്കായിരിക്കുന്ന, അല്ലേ? ആദാം ഒറ്റയ്ക്ക്. ഇറ്റ് ഈസ് നോട്ട് ഗുഡ് ഫോർ ദ മാൻ ടു ബി എലോൺ. ആമേൻ. അപ്പോൾ ഒറ്റയ്ക്കായിരിക്കുന്നത് നന്നല്ല. നന്നല്ലാത്തതും കൊണ്ട് എന്ത് പറയുന്നത്? എന്താണ് അവിടെ ദൈവം പറയുന്നത്? അതുകൊണ്ട് ഐ എം ഗോയിങ് ടു ഗിവ് ഹിം എ ഹെൽപ്പർ. ആമേൻ. And this principle is applicable everywhere. This principle is applicable in the church. This principle is applicable in our workplaces, in all aspects of life. We cannot do it alone. And God has not intended for things to be done alone. Amen. And we can see that throughout the Word of God. So God knew something important. Isolation weakens people. Amen. Isolation weakens people, but unity strengthens people. Whether we like it or not, we have to deal with people. We have to deal with people, and there are different types of people, isn't it? People who are annoying, people who are of different behavior. പല സ്വഭാവമുള്ള ആൾക്കാരുമായിട്ട് നമുക്ക് ഞങ്ങൾ പാസ്റ്റേഴ്സിനോട് പ്രത്യേകിച്ച് അത് ഞങ്ങളുടെ പ്രധാനപ്പെട്ടൊരു കാര്യം ഇതാണ്, ടു ഡീൽ വിത്ത് പീപ്പിൾ, isn't it? Not just God, but to deal with people for God. അപ്പോൾ അതുകൊണ്ട് you cannot expect that everyone will be the same. നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ തന്നെ എല്ലാവരും പെരുമാറണം, പറയണം, ചിന്തിക്കണം എന്നൊക്കെ നമ്മൾ നിർബന്ധം പിടിച്ചാൽ അവിടെ നമ്മൾ ഡിസപ്പോയിൻറ്റഡ് ആകത്തേ ഉള്ളൂ. ദൈവം ആഗ്രഹിക്കുന്നത് ഏത് സാഹചര്യത്തിലും ഏത് ടൈപ്പുള്ള ആൾക്കാരുടെയും കൂടെ നമുക്ക് സമാധാനത്തോടെ ജീവിക്കാൻ കഴിയുമെങ്കിൽ അതാണ് ഏറ്റവും നന്നായി നമുക്ക് മുന്നേറാൻ കഴിയത്തുള്ളൂ. പക്ഷെ അങ്ങനെ ജീവിക്കണമെങ്കിൽ പ്രൈസ് ലോർഡ്, വി കനോട്ട് ഡു ദാറ്റ് ഇൻ ഐസൊലേഷൻ. ഈ ലോകത്തിൽ പലരും നമ്മളെ ഹേർട്ട് ചെയ്യും, പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ പലരും ഉണ്ടാക്കും. അതൊക്കെ കുറേയൊക്കെ ലഭിച്ചു കഴിയുമ്പോൾ നമ്മൾ ആഗ്രഹിക്കും, നമുക്ക് വേറെ ആരെയും വേണ്ട, ഒറ്റയ്ക്ക് തന്നെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമായിരുന്നെങ്കിൽ അത് വളരെ നല്ലതായിരുന്നു. അത് നമുക്ക് ഒരു തരത്തിൽ ചിന്തിച്ചാൽ അത് ശരിയാണെന്ന് നമുക്ക് തോന്നിയേക്കാം, പക്ഷേ അതൊരിക്കലും ഫോർ ദ ലോങ് ടേം ദാറ്റ് ഇസ് നെവർ ഗുഡ്. ആമേൻ. It is never good. We cannot survive. We will not move forward. God has not intended for that to be done in our lives. So we need to make sure that we can live in peace with each other. Amen. And we will be filled with God's grace in order for that to happen. ദൈവത്തിൻ്റെ കൃപയാൽ ദൈവം നമ്മളെ നിറയ്ക്കും അങ്ങനെ മുന്നോട്ട് പോകാൻ തക്കവണ്ണം ഇടയായി തീരേണ്ടതിന്. അതുകൊണ്ടാണ് ഈ വേദവാക്യം ഈ സഭാപ്രസംഗിയിൽ ശക്തമായി, അതും ഈ സഭാപ്രസംഗി എഴുതുമ്പോൾ എക്ലീസിയാസ്റ്റിസ് ഓതർ എഴുതുമ്പോൾ പ്രായമായിട്ട് എഴുതുന്നത്. അപ്പോൾ ജീവിതത്തിലെ എക്സ്പീരിയൻസ് ഒക്കെ കടന്നുപോയി ജീവിതത്തിലെ പല അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ഈ
വേദവാക്യം എഴുതുവാൻ തക്കവണ്ണം ഇടയായിത്തീരുന്ന ഈ ഒരു കാര്യം ഇവിടെ സഭാപ്രസംഗി എഴുതുവാൻ തക്കവണ്ണം ഇടയായിത്തീരുന്നു. ഇവിടെ പറഞ്ഞിരിക്കുകയാണ്, 2 people are better off than one, for they can help each other succeed. If one person falls, the other can reach out and help, but someone who falls alone is in real trouble. Amen. നമുക്ക് 3 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ വാക്യത്തിൽ നിന്ന് മനസ്സിലാക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരുന്നത്. നമ്പർ 1, a strong team achieves more. Amen. ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ടീമിന് കൂടുതൽ നേടുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. അതിന് 9-ാം വാക്യത്തിൽ നമ്മൾ അതാണ് കാണുന്നത്. 2 people are better off than one, for they can help each other succeed. Amen. They can help each other succeed. നമുക്കറിയാം, പലർക്കും പല ഗിഫ്റ്റ്സ് ഉണ്ട്, പല തരത്തിലുള്ള സ്കിൽസ് ഉണ്ട്, പല തരത്തിലുള്ള കഴിവുകളുണ്ട്. എല്ലാവർക്കും ഒരേ കഴിവുകളാണോ? എല്ലാവർക്കും ഒരേ ഗിഫ്റ്റ്സ് ആണോ? എല്ലാവർക്കും എല്ലാം ഉണ്ടോ? ഇല്ല, ഇല്ലേ? ഇപ്പോൾ ദൈവം നമ്മൾ ഒറ്റപ്പെട്ട് ഐസൊലേറ്റഡ് ആയിട്ട് ജീവിക്കാനാണ് ദൈവം ആഗ്രഹിക്കുന്നതെങ്കിൽ ദൈവം എല്ലാവർക്കും എല്ലാം കൊടുത്താനെ. എല്ലാ ഗിഫ്റ്റ്സും എല്ലാ സ്കിൽസും എല്ലാ ടാലൻസും ദൈവം ഒരാൾക്ക് തന്നെ കൊടുത്താനെ. പക്ഷേ ദൈവം അത് അറിഞ്ഞും കൊണ്ട് തന്നെ കൊടുത്തില്ല, അങ്ങനെ കൊടുത്തില്ല. എന്തുകൊണ്ടാണെന്നറിയാമോ? അപ്പോൾ നമുക്ക് നമ്മളെ തന്നെ ആശ്രയിച്ച് ജീവിക്കാൻ പറ്റത്തില്ല. ദൈവം അത് ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ടാണ് നമുക്ക് എല്ലാ ഗിഫ്റ്റ്സും ഉണ്ടെങ്കിൽ, നമുക്ക് എല്ലാ കഴിവുകളും ഉണ്ടെങ്കിൽ, നമുക്ക് എല്ലാ കേപ്പബിലിറ്റീസും ഉണ്ടെങ്കിൽ നമുക്ക് വേറെ ആരും ആശ്രയിക്കേണ്ട കാര്യമില്ല. നമുക്ക് ലോകത്തിലുള്ള സകല റിസോഴ്സസ് ഉണ്ടെങ്കിൽ, നമുക്ക് ഇഷ്ടംപോലെ പണമുണ്ടെങ്കിൽ, നമ്മൾ എത്ര വലിയ പണക്കാരനാണെന്ന് പറഞ്ഞാലും അതെല്ലാം ലിമിറ്റഡ് ആണല്ലേ. അപ്പോൾ നമുക്കൊരിക്കലും ആരെയും ആശ്രയിക്കാതിരിക്കാൻ കഴിയത്തില്ല. അത് ദൈവം അറിഞ്ഞുകൊണ്ട് തന്നെ ചെയ്ത ഒരു കാര്യമാണ്. കാരണം 2 പേരും കൂടെ, അപ്പോൾ ദൈവത്തിൻ്റെ ആ ഒരു പദ്ധതിയിൽ തന്നെ 2 പേരും കൂടെ ഒരുമിച്ച് പ്രവർത്തിക്കുമ്പോൾ, അല്ലെങ്കിൽ 2-3 ഒരു ടീമായിട്ട് ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഒരുമിച്ച് പ്രവർത്തിക്കുമ്പോഴാണ് നമുക്ക് കൂടുതൽ അച്ചീവ് ചെയ്യുവാൻ തക്കവണ്ണം ഇടയായത്. നമുക്ക് കൂടുതൽ സക്സീഡ് ചെയ്യുവാനും നമുക്ക് ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യങ്ങളൊക്കെ നമുക്ക് വളരെ സക്സസ്ഫുൾ ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ തക്കവണ്ണം ഇടയായിത്തീരുന്നത്. സോ എ സ്ട്രോങ് ടീം, ആമേൻ, ഈസ് എ ടീം ദാറ്റ് വർക്ക്സ് ടുഗദർ. Amen. And they can achieve more, they can succeed. നമുക്കറിയാം, മോശയും അഹരോൻ്റെയും കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. മോശയോട് ദൈവം ഒരു കാര്യം പറഞ്ഞു. ഫറവോട് പോയി എനിക്ക് വേണ്ടി സംസാരിക്കാൻ പറഞ്ഞപ്പോൾ മോശ, he felt inadequate, he thought he cannot speak, he felt like that he didn't have the confidence, he was a stammerer. He told God that speaking in front of people was difficult for him, but God's response was not to cancel മോസസ് കോളിങ്. നീ ചെയ്തില്ലെങ്കിൽ എനിക്ക് വേറെ ആൾക്കാരുണ്ടെന്ന് നീ പോയി പണി നോക്കുക എന്നല്ല കർത്താവ് പറഞ്ഞു, എന്നല്ല ദൈവം പറഞ്ഞു. ദൈവം അവനൊരു he gave him a partner. He gave him another person. His name was Aaron. Exodus chapter 4 verse 14 till 16 നമുക്കൊന്ന് വായിക്കാം. പുറപ്പാട് പുസ്തകം 4-ാം അധ്യായം അതിൻ്റെ 14 തൊട്ട് 16 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് പെട്ടെന്നൊന്ന് വായിക്കാം. അപ്പോൾ യഹോവയുടെ കോപം മോശയുടെ നേരെ ജ്വലിച്ചു. അവൻ അരുളി ചെയ്ത്, ലേവ്യനായ അഹരോൻ നിന്റെ സഹോദരനല്ലയോ? അവന് നല്ലവണ്ണം സംസാരിക്കാമെന്ന് ഞാൻ അറിയുന്നു. അവൻ നിന്നെ എതിരേൽക്കുവാൻ പുറപ്പെട്ടു വരുന്നു. നിന്നെ കാണുമ്പോൾ അവൻ ഹൃദയത്തിൽ ആനന്ദിക്കും. നീ അവനോട് സംസാരിച്ച് അവന് വാക്ക് പറഞ്ഞു കൊടുക്കണം. ഞാൻ നിന്റെ വായോടും അവൻ്റെ വായോടും കൂടിയിരിക്കും. നിങ്ങൾ ചെയ്യേണ്ടത് ഉപദേശിച്ചു തരും. നിനക്ക് പകരം അവൻ ജനത്തോട് സംസാരിക്കും. അവൻ നിനക്ക് വായായിരിക്കും. നീ അവന് ദൈവവുമായിരിക്കും. Amen. Then the Lord became angry with Moses. All right, he said, what about your brother Aaron the Levite? I know he speaks well, and look, he's on his way to meet you now. He will be delighted to see you. Talk to him and put the words in his mouth. I will be with both of you as you speak. I will instruct you both in what to do. Aaron will be your spokesman to the people. He will be your mouthpiece, and you will stand in the place of God for him, telling him what to say. Amen. Moses had the vision, but Aaron had the voice. Amen. Moses had the vision. ദൈവം ദർശനം കൊടുത്ത് മോശയ്ക്കാണെങ്കിലും അത് പറയുവാൻ, അത് പ്രഖ്യാപിക്കുവാൻ തക്കവണ്ണം ദൈവം മോശയ്ക്ക് കൊടുത്തത് അഹരോനെയാണ്. സ്തോത്രം. അതുകൊണ്ട് അവർ രണ്ടുപേരും മാത്രമല്ല, ദൈവം മറ്റുള്ളവരെയും മോശയ്ക്ക് കൊടുക്കുവാൻ തക്കവണ്ണം ഇടയായത് അവരെല്ലാവരും കൂടെയുള്ള ചേർന്ന എഫേർട്ടിൻ്റെ ഫലമായിട്ടാണ് ഇസ്രായേൽ മക്കൾക്കും ഇസ്രായേലിൽ നിന്നും പുറപ്പെടുവാൻ തക്കവണ്ണം ഇടയായി തീർന്നത്. അതർവൈസ് Israel would be just in the place where they were. They would be stuck in Egypt. ദൈവം മോശനെ തെരഞ്ഞെടുത്തത് ലീഡ് ചെയ്യുവാൻ. പക്ഷേ ഒറ്റയ്ക്ക് മോശയ്ക്ക് ഇസ്രായേൽ മക്കളെ ഒന്നും മിസ്രൈമിൽ നിന്ന് കൊണ്ടുവരുവാൻ തക്കവണ്ണം ഇടയായി തീരത്തില്ല. അതിന് മോശയ്ക്ക് കൂട്ടിന് ആൾക്കാർ വേണമായിരുന്നു. He couldn't do it alone. He needed a team, and God gave him a team. And God's plan was to give him a team as well. So God used Moses to make a big difference in the life
of the nation of Israel. ആ മിഷൻ സക്സീഡ് ചെയ്തതിൻ്റെ പ്രധാനപ്പെട്ട കാരണം മോശ ഒറ്റയ്ക്കല്ല കാര്യങ്ങൾ ചെയ്തത് എന്നതുകൊണ്ടാണ്. ആരോൺ ഇവിടെ മാത്രമല്ല മോശയ്ക്ക് ഉപകാരമായി തീർന്നത്. നമുക്കറിയാം മോശ ഒരു വലിയൊരു യുദ്ധത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, കൈ ഉയർത്തി പ്രാർത്ഥിക്കുമ്പോൾ ദൈവം ഉപയോഗിച്ചു, രണ്ടുപേരെ ദൈവം ഉപയോഗിച്ചു, അഹരോനെയും ഹൂരിനെയും. He used Aaron and Hur to support the hands of Moses as he was raising his hands, as he lifted his hands up to pray. And as he prayed and prayed and prayed, as time went on, of course, I think we can't even do it for more than 10 minutes, isn't it? Our hands we would really feel a little bit weird in our hands, and we would not be able to hold our hands up for so long. But so Moses, he tried his best to lift his hands up as much as possible, but it was because of the support of Aaron and Hur, amen, that he was able to keep his hands lifted up and to pray for that battle that was happening in the valley to succeed. Amen. So it was not just Moses' prayer. നമ്മളവിടെ പുറമെ നമ്മൾ നോക്കും മോശയുടെ പ്രാർത്ഥന ആ യുദ്ധം ജയിപ്പാൻ തക്കവണ്ണം ഇടയായി തീർന്നു. പക്ഷേ അതിൻ്റെ പിൻപിൽ പ്രവർത്തിച്ച രണ്ടുപേര് വേറെ ഉണ്ടായിരുന്നു. അവരുടെ കൂട്ടായ പ്രവർത്തനം, ആ കൂട്ടായ ശുശ്രൂഷയാണ് അവിടെ ആ വാലിയിൽ ആ യുദ്ധം ഇസ്രായേൽ മക്കൾ ജയിക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നത്. സ്തോത്രം. അതുകൊണ്ട് ഒറ്റയ്ക്കായിട്ട് നിൽക്കാനല്ല ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്, കൂട്ടമായി ഒരുമിച്ച് ഒരു ടീമായിട്ട് കർത്താവിന് വേണ്ടി നിലകൊള്ളുവാൻ വേണ്ടിയാണ്. ദ റൈറ്റ് ബ്രദേഴ്സ് എന്ന് പറഞ്ഞാൽ സ്തോത്രം നിങ്ങൾക്ക് ചിലവർക്ക് അറിയാമായിരിക്കും. സ്തോത്രം, കേട്ടിട്ടുണ്ടോ? ദ റൈറ്റ് ബ്രദേഴ്സ് ഉള്ളത് കൊണ്ടാണ് ഇന്ന് നമുക്ക് ഇന്ത്യയിലൊക്കെ പെട്ടെന്ന് 8 മണിക്കൂറിൻ്റെയൊക്കെ പോകാൻ, അല്ലെങ്കിൽ 12 മണിക്കൂറിൻ്റെയൊക്കെ അവിടെ എത്താൻ തക്കവണ്ണം ഇടയായി തീർന്നത്, അല്ലെങ്കിൽ വളരെ സ്പീഡിൽ കാര്യങ്ങൾ ഒക്കെ നമുക്ക് യാത്ര ചെയ്യുവാൻ തക്കവണ്ണം ഇടയായി തീരുന്നത്. റൈറ്റ് ബ്രദേഴ്സ് ഇല്ലായിരുന്നുവെങ്കിൽ ഇന്നത്തെ മോഡേൺ എയറോപ്ലെയിൻസ് കാണത്തില്ലായിരുന്നു. പക്ഷേ ഇവർ രണ്ടുപേരും നമ്മൾ വിചാരിക്കുന്നത് പോലെ അത്ര എല്ലാ കാര്യത്തിലും അവർ ഒറ്റയ്ക്കല്ല ചെയ്തുകൊണ്ടിരുന്നത്. ഇവരിൽ ഒരാളല്ല ആ ഒരു കണ്ടുപിടുത്തം ഉണ്ടാകുവാൻ തക്കവണ്ണം ഇടയായത്. അവർ ഫേമസ് ആയിട്ടുള്ള സയൻറ്റിസ്റ്റ് ഒന്നും അല്ലായിരുന്നു. അവർ ആക്ച്വലി ഈ ബൈസൈക്കിളിൻ്റെ മെക്കാനിക്സ് ആയിരുന്നു. ദേ വർ ബൈസൈക്കിൾ മെക്കാനിക്സ്. ബട്ട് ദേ വർക്ക് ടുഗെദർ. One brother, he focused on the design, on the engineering design, and the other focused on the mechanics, on mechanical solution. They encouraged each other through failure after failure. അവർ പല തവണ പരാജയപ്പെടുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. എന്നാൽ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും എൻകറേജ് ചെയ്ത് അവരുടെ രണ്ടുപേരുടെ എക്സ്പെർട്ടീസ് ഒരുമിച്ച് വന്നപ്പോഴാണ് ഇന്നത്തെ മോഡേൺ എയറോപ്ലെയിൻ ഉണ്ടാകുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. അവർ രണ്ടുപേരും ഒരുമിച്ച് പ്രവർത്തിച്ചില്ലായിരുന്നുവെങ്കിൽ അങ്ങനെ സംഭവിക്കത്തില്ലായിരുന്നു. നമ്മളും ആ കാര്യത്തിൽ ഇച്ചിരി ബുദ്ധിമുട്ട് അനുഭവിച്ചാൽ ഇപ്പോൾ കപ്പലിലൊക്കെ കയറി നാട്ടിലൊക്കെ പോകാമെന്ന് പറഞ്ഞാൽ എത്ര ദിവസം എടുക്കും അല്ലേ? സ്തോത്രം. അപ്പോൾ അതൊക്കെ നമുക്ക് ഈസി ആക്കിയത് സ്തോത്രം ഈ രണ്ടുപേരുടെ ടീമായിട്ടുള്ള പ്രവർത്തനമാണ്, ഈ സഹോദരന്മാരുടെ ഒരുമിച്ചുള്ള പ്രവർത്തനമാണ്. So the truth is that God often connects people because their success is linked. In the church, no one person has every gift. Some people lead, some people encourage, some people serve, some people teach. And when the body of Christ works together, the mission of God moves forward because a team achieves more. Amen. As I said before, our purpose is to bring glory to the name of God, and that is all our desire. We want to do more for God. We want to make a difference in the kingdom of God, but we cannot do it alone. Amen. We have to do it with each other. Amen. We have to do it with each other, and we can do it. The second thing that we understand from that passage that we read in Ecclesiastes is that a strong team helps each other. Amen. ഒരു സ്ട്രോങ് ആയിട്ടുള്ള ടീം ഉണ്ടെങ്കിൽ നമുക്ക് അന്യോന്യം സഹായിക്കാൻ പറ്റത്തുള്ളൂ. കാരണം കാര്യങ്ങൾ എപ്പോഴും സ്മൂത്ത് ആയിരിക്കത്തില്ല. Not everything or not all the things that we do will be smooth all the time. There will be problems, there will be issues, there will be ups and downs. It is a mixture. So ഇതെല്ലാം സംഭവിക്കുമ്പോൾ സ്തോത്രം നമുക്ക് ഒറ്റയ്ക്ക് നമ്മളെ തന്നെ മോട്ടിവേറ്റ് ചെയ്ത് മുന്നോട്ട് പോകാൻ എപ്പോഴും കഴിയത്തില്ല. ഒരു പരിധി വരെ വി ക്യാൻ സെൽഫ് മോട്ടിവേറ്റ്, but it can only go so far. അതുകൊണ്ടാണ് 10ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, if one person falls, the other can reach out and help, but someone who falls alone is in real trouble. ഒന്ന് വായിക്കാം 10ാം വാക്യം. വീണാൽ ഒരുവൻ മറ്റവനെ എഴുന്നേൽപ്പിക്കും, ഏകാകി വീണാലോ അവനെ എഴുന്നേൽപ്പിക്കുവാൻ ആരുമുണ്ടാകത്തില്ല. ഏകനായി വീണാൽ അവൻ എഴുന്നേൽപ്പിക്കുവാൻ ആരും ഉണ്ടാകത്തില്ല. സ്തോത്രം. നമുക്കറിയാം UK അതൊരു യാഥാർത്ഥ്യമാണ്. We see that throughout especially among the old population in this country. ഇവിടെ എത്രയോ പ്രായമുള്ളവർ അവർ വീട്ടിൽ വീണ് കിടന്ന് ആരും സഹായിക്കാനില്ല. അങ്ങനെ സഹായിക്കേണ്ടത് എത്ര പേര് മരിച്ചു പോയിട്ടുണ്ടെന്നറിയാവോ? എനിക്കറിയാവുന്ന
ഇവിടെ ഒരു കാഫേ ഉണ്ടായിരുന്നു. അവിടെ സ്ഥിരമായിട്ട് വന്നുകൊണ്ടിരുന്നൊരു അപ്പച്ചനുണ്ട്. ആ അപ്പച്ചൻ പെട്ടെന്ന് കാണാതായി. 1 വീക്കായി 2 വീക്കായി. അതിനുശേഷം ആരോ ചെന്ന് ഇങ്ങനെ അവർ ആക്ച്വലി പോലീസിനെ വിളിച്ചു. പോലീസ് ചെന്ന് നോക്കിയപ്പോൾ അപ്പച്ചൻ ആ വീട്ടിൽ മരിച്ചു കിടക്കുകയാണ്. അപ്പച്ചൻ അവിടെ വീണ് കാലോ കയ്യോ കണ്ട് ഒടിഞ്ഞു. പക്ഷേ നിലവിളിച്ചിട്ടൊന്നും ആരും കേൾക്കാനില്ല. ഇവൻച്വലി ഹി പാസ്ഡ് അവേ. അതൊക്കെ വളരെ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് വളരെ സങ്കടം തോന്നുന്ന ഒരു കാര്യമാണ്. The one thing about our culture is that we have a strong family. Our family values are strong and we care for each other. We care for our parents. We care for our brothers and sisters. We care for our spouses. നമുക്കെല്ലാവർക്കും അങ്ങനെ ഒരു കൾച്ചർ നമുക്കുള്ളത് വലിയൊരു ഭാഗ്യമാണ്. പക്ഷെ അങ്ങനെയല്ല. നമുക്ക് ഇംഗ്ലീഷുകാരുടെ ഇടയിൽ അങ്ങനെ ഉണ്ട് അവരിലും പലരിലും. പക്ഷെ എന്നാലും കൂടുതലും നമുക്ക് പ്രത്യേകിച്ച് ഈ പ്രായമുള്ളവരുടെ കാര്യത്തിൽ അവരെല്ലാവരും ഒരു കുറച്ച് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. പക്ഷേ ഈ വീഴുമ്പോഴൊക്കെ ഇങ്ങനെ പ്രയാസങ്ങളൊക്കെ വരുമ്പോഴാണ് അവരുടെ ഇടയിൽ നമുക്ക് അവരെ സഫർ ചെയ്യുന്ന നമുക്ക് കാണുവാൻ തക്കവണ്ണം ഇടയായിത്തീരുന്നത്. അങ്ങനെ പല എക്സാമ്പിൾസ് ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. സ്തോത്രം. അപ്പോൾ നമ്മൾ ഈ ചെറുപ്പത്തിൽ നല്ല ചുറുചുറുക്കത്തോടെ ഇരിക്കുമ്പോൾ നമുക്ക് എല്ലാം തന്നെത്താനെ ചെയ്യാൻ കഴിയും, ലോകം തന്നെത്താനെ എല്ലാം വെട്ടിപ്പിടിക്കാൻ കഴിയുമെന്നൊക്കെ ചിന്തിച്ചാൽ പോലും നമുക്ക് എന്താ സംഭവിക്കണമെന്ന് നമുക്കറിയത്തില്ല. പെട്ടെന്ന് നമുക്കൊരു രോഗം വരാം, പെട്ടെന്ന് നമ്മളും വീണ് ഒരു വല്ലാത്ത അവസ്ഥയിലേക്കൊക്കെ പോകാം. അപ്പോൾ നമ്മൾ ആഗ്രഹിച്ചില്ലേലും നമുക്ക് ആരെങ്കിലുമൊക്കെ വേണം നമ്മളെ സഹായിക്കാൻ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നമ്മളെ സഹായിക്കുന്നവർ നമ്മൾ സ്നേഹിക്കുന്നവരാണെങ്കിൽ, ആമേൻ, കർത്താവിനെ അറിയുന്നവരാണെങ്കിൽ അത് എത്രത്തോളം സന്തോഷമുള്ളൊരു കാര്യമാണ്. അല്ലെങ്കിൽ നമ്മളെ സ്ട്രേഞ്ചേഴ്സ് നമ്മളെ സഹായിക്കേണ്ടി വരും, ആമേൻ. പക്ഷെ അവിടെയും നമുക്ക് മറ്റുള്ളവരുടെ സഹായമില്ലാതെ നമുക്ക് മുൻപോട്ട് പോകാൻ കഴിയത്തില്ല. അതൊരു യാഥാർത്ഥ്യമാണ്. ദാറ്റ് ഈസ് ദ ട്രൂത്ത്. വി നീഡ് others to help us and others need our help as well. Amen. We help each other, and that is why the word of God commands us that we need to take care of each other. Amen. So if we face all these problems in life, and we will face problems, there will be moments of discouragement, there will be moments when life becomes overwhelming. That is why God gives us people. Amen. But that is why God gives us people to help us when we fall. Paul and Barnabas is a very good example, isn't it? So when the apostle Paul, when he first became a Christian, believers were very afraid of him, and they were right to be afraid, because Paul was not such a great guy. He killed a lot of people. Because of him, the Christians were scattered, and he was actually on his way to persecute Christians in Damascus, isn't it? And it's on the road to Damascus where Paul was met by the presence of Christ, and his life changed forever. But no one would believe him. പൗലോസ്, ഞാൻ ഇങ്ങനെ ഒരു ദർശനം കണ്ടു, ദൈവം എന്നെ തൊട്ടു, ഞാൻ ഇന്ന് യേശുവിനെ പിൻപറ്റുന്നവനാണെന്ന് പറഞ്ഞിട്ടും ആരും പൗലോസിനെ വിശ്വസിക്കത്തില്ലായിരുന്നു, എക്സെപ്റ്റ് വൺ പേഴ്സൺ. ആമേൻ. ബാർണബസ്, he believed in Paul. ബാർണബസ് മാത്രമാണ് പൗലോസിനെ വിശ്വസിച്ചത്. സ്തോത്രം. അപ്പോസ്തല പ്രവൃത്തി 9:26-27 വാക്യം നമുക്കൊന്ന് വായിക്കാം. Acts chapter 9 verses 26 and 27. അവൻ യെരൂശലേമിലെത്തിയപ്പോൾ ശിഷ്യന്മാരോട് ചേരുവാൻ ശ്രമിച്ചു. എന്നാൽ അവൻ ഒരു ശിഷ്യനെന്ന് വിശ്വസിക്കാതെ എല്ലാവരും അവനെ പേടിച്ചു. ബർന്നബാസോ അവനെ കൂട്ടി അപ്പോസ്തലന്മാരുടെ അടുക്കൽ കൊണ്ടുവന്ന് അവൻ വഴിയിൽ വെച്ച് കർത്താവിനെ കണ്ടതും കർത്താവ് അവനോട് സംസാരിച്ചതും ദമസ്കസിൽ അവൻ യേശുവിൻ്റെ നാമത്തിൽ പ്രാഗൽഭ്യത്തോടെ പ്രസംഗിച്ചതുമെല്ലാം അവരോട് വിവരിച്ചു പറഞ്ഞു. Amen. When Saul arrived in Jerusalem, he tried to meet with the believers, but they were all afraid of him. They did not believe he had truly become a believer. Then Barnabas brought him to the apostles and told them how Saul had seen the Lord on the way to Damascus, and how the Lord had spoken to Saul. He also told them that Saul had preached boldly in the name of Jesus in Damascus. So Barnabas believed in Paul when no one else did. He encouraged him, he supported him, he lifted him up, and because of that support, Paul became one of the greatest missionaries in history. Amen. സ്തോത്രം. അപ്പോൾ നമ്മുടെ കാര്യം തന്നെ ഓർത്ത് വയ്ക്കുക. നമ്മളൊക്കെ ഇവിടം വരെ എത്താൻ നമ്മുടെ സ്വന്തം കഴിവാണ്, നമ്മൾ ഒറ്റയ്ക്കാണോ ഇവിടെ വരെ എത്താനൊക്കെ ഇടയായി തീർന്നത്? ദൈവത്തിൻ്റെ സഹായം, അതുപോലെ ദൈവം നമ്മുടെ ജീവിതത്തിൽ അയച്ച ഓരോരുത്തരുടെ സഹായം, അവരുടെ എൻകറേജ്മെൻറ്റും അവരുടെ പ്രാർത്ഥനയൊക്കെ കാരണമാണ് നമുക്കിവിടെ എത്തുവാൻ തക്കവണ്ണം ഇടയായി തീർന്നത്. സ്തോത്രം. ഇവിടെ ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ ഒറ്റയ്ക്കാണ് ഇവിടം വരെ വന്നതെന്ന് ധൈര്യത്തോടെ പറയാൻ കഴിയും? എനിക്കറിയത്തില്ല. നിങ്ങൾ കരമുയർത്താൻ പറഞ്ഞ് എത്ര പേര് കരമുയർത്തുമെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ ഐ എം pretty sure that no one will be able to raise their hands. Amen. Because that is quite impossible. We cannot get this far without the help of other people. Amen. There are people who prayed for us. There are people who supported us. There are people who encouraged us. There are people, amen, who took care of us when we couldn't do it ourselves. സത്യമല്ലേ?
സ്തോത്രത്തിൽ അത് സത്യമാണെങ്കിൽ ഒരു ആമേൻ പറയാമോ? ആമേൻ. അപ്പം അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും സ്തോത്രം നമുക്ക് വേണം. we need people to support us, but we need to think the other way as well. We need to support each other as well. Amen. Amen. നമുക്കും പറയാൻ പറ്റുമോ? എത്ര പേർക്ക് ആമേൻ പറയാൻ പറ്റുമെന്ന് എനിക്കറിയാം. നമ്മൾ കാരണം മറ്റുള്ളവർ അനുഗ്രഹിക്കപ്പെട്ടു, നമ്മൾ കാരണം മറ്റുള്ളവർ എൻകറേജ്ഡ് ആയി, നമ്മൾ കാരണം മറ്റുള്ളവർക്ക് ഒരു വലിയ ആശ്വാസമായി, അവർക്കും അവരാ ലെവലിൽ എത്തിയതിൻ്റെ ഒരു ചെറിയൊരു റീസൺ ഞാനുമാണ് എന്ന് ധൈര്യത്തോടെ പറയുവാൻ തക്കവണ്ണം അങ്ങനെ ആരെങ്കിലും നമ്മുടെ ജീവിതത്തിലുണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്കത് എന്തോരും സന്തോഷമാണ്, അല്ലേ? സ്തോത്രം. അതൊരു മിനിസ്ട്രിയാണ്, അതാണ് ശുശ്രൂഷ എന്ന് പറയുന്നത്. സ്തോത്രം. അപ്പോൾ നമുക്കും അനേകർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, നമുക്കും അനേകരെ സഹായിക്കാം, നമുക്കും അനേകർക്ക് വേണ്ടി നിൽക്കാം, അനേകരെ കരം പിടിച്ച് ഉയർത്താം. വിഷമത്തിലും ദുഃഖത്തിലും പ്രയാസത്തിലും വേദനയിലും ഒക്കെ കടന്നു പോകുന്നവരെ നമുക്കൊന്ന് സഹായിക്കാം. Let us also make a difference in the lives of people. Amen. Because only then we can really move forward. അപ്പോൾ നമ്മുടെ in our family life, in our church, amen, that is what we do, isn't it? That is what we do. If somebody is sick, if somebody is really struggling, at the minimum we pray for them. And we just did that right now. So when you stood up and when you shared your prayer requests, we prayed for your prayer requests, right? We prayed for you. We prayed and we stood with you in that way. But we can go even more. We can go even more further. We can help people out. We can listen to people, listen to what they're going through. We don't have to talk a lot. We love talking a lot, but I think we need to be listeners more often, isn't it? So we need to listen to people and we need to be with them and be there for them. And അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ അതിനൊക്കെയാണ് ശുശ്രൂഷ എന്ന് പറയുന്നത്. അങ്ങനെ നാം ചെയ്യുമ്പോൾ അവിടെയാണ് ദൈവത്തിൻ്റെ സുവിശേഷം പറയുവാനൊക്കെയും നമുക്കിടയായി തീരുന്നത്. അപ്പോൾ സഭയിലുള്ളവരെ മാത്രമല്ല, സഭയുടെ പുറത്തും അന്ധകാരത്തിൽ കഴിയുന്ന ഒത്തിരി പേരുണ്ട്. നമ്മുടെ കൂടെ ജോലി ചെയ്യുന്ന എത്രയോ പേർ അവരും ഇങ്ങനെ വിഷമത്തിലും ദുഃഖത്തിലും പ്രയാസത്തിലും ഡിപ്രഷനൊക്കെ അടിച്ച് അവിടെ ആയിരിക്കും, നമ്മുടെ കൂടെ ആയിരിക്കും. അവരൊക്കെയും സഹായിക്കേണ്ടേ? സ്തോത്രം. അവരൊക്കെയും സഹായിക്കാൻ കഴിയുന്ന ഒരു ദൈവകൃപ നമുക്ക് ദൈവം തന്നിട്ടുണ്ട്. ആമേൻ. ആ സ്നേഹം, ദൈവത്തിൻ്റെ സ്നേഹം നമ്മളിൽ ഉണ്ട്. ആ സ്നേഹം നമ്മളിൽ ഒതുക്കി വെക്കാനല്ല, അല്ലെങ്കിൽ സഭയിൽ മാത്രം അത് വിതറാനല്ല, പക്ഷേ പുറത്തും ആമേൻ ദൈവത്തിൻ്റെ സ്നേഹം പ്രകാശിക്കുവാനാണ് ദൈവം നമ്മളെ വിളിച്ച് വേർതിരിച്ചിരിക്കുന്നത്. So they need us. Amen. There are people out there who need us. There are people here who need us. There are people in our families who need us, and therefore we need to support each other as much as we can. Amen. നമുക്കറിയാം, we know the story of the paralyzed man and his friends, right? There was this man who was paralyzed and he could not get to Jesus, and it is one of the beautiful examples of teamwork in the Bible, isn't it? So these 4 friends, amen, ഈ പാരലൈസ്ഡ് ഉള്ള മനുഷ്യനെ ഈ 4 പേരും കൂടെ ആണ് കർത്താവിലേക്ക് എത്തിച്ചത്. പക്ഷെ അത്ര സ്ട്രെയിറ്റ് ഫോർവേഡ് അല്ലായിരുന്നു, അല്ലേ? കർത്താവിൻ്റെ അടുക്കിലേക്ക് എത്തിക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ കർത്താവിൻ്റെ അവിടെ ഭയങ്കര ഒരു ജനക്കൂട്ടമായിരുന്നു. കർത്താവിൻ്റെ അടുക്കിലേക്ക് ഇവനെ എത്തിക്കാൻ തക്കവണ്ണം ഇടയായി തീരുന്നില്ല. അപ്പോൾ ഓർത്ത് വയ്ക്കുക, വീടിൻ്റെ മേൽക്കുര പൊളിച്ച് അതിലേക്കൂടെയാണ് ഈ പാരലൈസ്ഡ് ഉള്ള മനുഷ്യനെ ഇറക്കി ആ യേശുവിന് അവന് വേണ്ടി പ്രാർത്ഥിപ്പാൻ, അവിടെ ആ സൗഖ്യം അവിടെ നടക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ഈ 4 കൂട്ടുകാരെ പറ്റി പലപ്പോഴും ചിന്തിക്കാറില്ല, അല്ലേ? It was if this 4 friends was not there, he would have been in that same place he was. He would have been in his house. യേശുവിൻ്റെ അരികിലേക്ക് വരാൻ തക്കവണ്ണം ഇടയായി തീരത്തില്ല. ആമേൻ. അതുകൊണ്ട് നമുക്കും ആവശ്യമാണ്, നമ്മളെ പലർക്കും ആവശ്യമാണ് കർത്താവിൻ്റെ പ്രവൃത്തി നടക്കാൻ. ആമേൻ. ദൈവത്തിന് തന്നെ എല്ലാം ചെയ്താൽ പോരെ? Do you think God cannot do this all alone? Amen. God is the only one who can say, I can do this all alone. Amen. And yet God doesn't do that. He does everything through his church. നമ്മളിൽ കൂടിയാണ് ദൈവം എല്ലാം ചെയ്യുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. നമ്മളോടാണ് കർത്താവ് പറഞ്ഞത്, നിങ്ങൾ പോയി സുവിശേഷം അറിയിക്കുക. നമ്മളോട് പറഞ്ഞത്, നിങ്ങൾ അന്യോന്യം സ്നേഹിക്കുക. നമ്മളോട് പറഞ്ഞത്, നിങ്ങൾ മറ്റുള്ളവരെ സഹായിക്കുക. കർത്താവിനത് ചെയ്യാൻ അറിയാൻ മേലാത്തതുകൊണ്ടല്ല, കർത്താവ് നമ്മൾ ആഗ്രഹിക്കുന്നത് ഇതായതും കൊണ്ടാണ്. സ്തോത്രം. അതുകൊണ്ട് ഈ ദിവസങ്ങൾ അങ്ങനെയായി തീരുവാൻ കർത്താവ് സഹായിക്കട്ടെ. ഈവൻ ദൈവത്തെപ്പറ്റി ചിന്തിച്ചാൽ അതൊരു ടീമല്ലേ? പ്രൈസ് ലോർഡ്. ആമേൻ. ദൈവത്തെ തന്നെ ചിന്തിച്ചാൽ പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്, ഏറ്റവും ബെസ്റ്റായിട്ടുള്ള യുണൈറ്റഡ് ടീം വർക്ക് നമുക്ക് കാണാൻ കഴിയുന്നത് ത്രിയേക ദൈവത്തിലാണ്. സ്തോത്രം. ഹല്ലേലൂയ. ആ എക്സാമ്പിൾ തന്നെ നമ്മളിലും വരണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ഏറ്റവും അവസാനം ഞാൻ ഇത് പറഞ്ഞ് നിർത്താൻ ആഗ്രഹിക്കുന്നത്, സ്ട്രോങ് ടീം ക്യാൻ നോട്ട് ബി ബ്രോക്കൺ. ആമേൻ. A strong team, no one can destroy a strong team. ഒരു സ്ട്രോങ് ആയിട്ടുള്ള ടീമിനെ ആർക്കും തകർക്കുവാൻ കഴിയത്തില്ല. പിശാച് എത്ര പ്രവർത്തിച്ചാലും ദൈവത്തിൻ്റെ സാന്നിധ്യമുള്ള സ്തോത്രം ഒരു സ്ട്രോങ് ടീമിനെ തകർക്കുവാൻ ആർക്കും കഴിയത്തില്ല. 15-ാം വാക്യത്തിൽ നമ്മൾ അത് കാണുന്നു. വായിക്കാം.
4:12. ഒരുത്തനെ ആരെങ്കിലും ആക്രമിച്ചാൽ രണ്ടുപേർക്ക് അവനോട് എതിർത്ത് നിൽക്കാം, മുപ്പരിച്ചരുടെ വേഗത്തിൽ അറ്റുപോകയില്ല. Amen. A person standing alone can be attacked and defeated, but two can stand back to back and conquer. Three are even better, for a triple-braided cord is not easily broken. Amen. നമ്മളെപ്പോഴും ഈ ദാവീദും ഗോലിയാത്തിൻ്റെ ഒക്കെയും കഥ നമ്മൾ പറയുന്നു. സ്തോത്രം. അപ്പോൾ ദാവീദ് ഗോലിയാത്തിനെ കൊന്നു, പക്ഷേ യുദ്ധം ദാവീദ് മാത്രമല്ല, ദാവീദിൻ്റെ കൂട്ടത്തിൽ ഒരു പട്ടാളം ഉണ്ടായിരുന്നു, അല്ലേ? There was a group, it was a group effort. And if you look at any kind of conflict in this world, one person cannot do everything. They might be good at leading people, but he cannot do everything on his own. But when they come together as an army, a strong army led by a good leader, then no one can stop them. They cannot be broken. ഈ റോമൻ ആർമിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു ഭയങ്കര യുണൈറ്റഡ് ആയിരുന്നു. അവരുടെ ഫോർമേഷൻ എല്ലാം ആ ഒരു ടീം വർക്കായിരുന്നു. ഒരു ഭയങ്കര ടീം വർക്ക് അവരുടെ സ്ട്രാറ്റജിയിലൊക്കെ നമുക്ക് കാണുവാൻ കഴിയും. അവരുടെ ആ പൊസിഷൻസിൽ, അവരുടെ മൂവ്മെൻറ്റിലൊക്കെ നമുക്കത് കാണുവാൻ കഴിയാതെ. അപ്പം എനിമീസിന് എത്ര അവർ ഇവരെക്കാളും വലിയ ആയുധം വെച്ച് ഇവരെ നശിപ്പിക്കാൻ ശ്രമിച്ചാലും ആ യൂണിറ്റി അവർക്കുള്ളതുകൊണ്ട് അതിനെ ബ്രേക്ക് ചെയ്യുവാൻ തക്കവണ്ണം, ആ ഫോർമേഷൻസിനെ ഒന്നും ബ്രേക്ക് ചെയ്യുവാൻ തക്കവണ്ണം കഴിയത്തില്ലായിരുന്നു. അതുതന്നെയാണ് ദൈവം നമ്മളിൽ ആഗ്രഹിക്കുന്നത്. ഒറ്റക്കെട്ടായി സഭയായി നമ്മൾ ദൈവത്തിനു വേണ്ടി പ്രവർത്തിക്കുമ്പോൾ, ആമേൻ, അവിടെയാണ് പിശാചിൻ്റെ രാജ്യം തകരുവാൻ തക്കവണ്ണം ഇടയായി തീരുന്നത്. സ്തോത്രം. കർത്താവ് പറഞ്ഞു, ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരം അതിനെ ജയിക്കത്തില്ല. I will build my church and the gates of hell shall not prevail against it. അത് വായിക്കുമ്പോൾ അതൊരു ഡിഫെൻസീവ് ഒരു വാക്യമാണ് നമുക്ക് തോന്നും, അല്ലേ? We think that it is somehow like, we can stand against the invading army of the enemy of the devil, but that is not what we read there. Actually, it is an offensive verse, അല്ലേ? It is a നമ്മളാണ് അതിനകത്ത് അറ്റാക്ക് ചെയ്യുന്നത്. സ്തോത്രം. നമ്മളാണ് പിശാചിനെ ഇൻവേഡ് ചെയ്യുന്നത്. അതുകൊണ്ടാണല്ലോ ഗേറ്റ്സ് ഓഫ് ഹെൽ എന്നാണ് പറയുന്നത്. ആർമി ഓഫ് ഹെൽ എന്നല്ലോ പറഞ്ഞത്, ഗേറ്റ്സ് ഓഫ് ഹെല്ലാണ്. ആമേൻ. അപ്പോൾ ഗേറ്റ്സ് ഓഫ് ഹെല്ലിനെ ഓവർകം ചെയ്യാൻ കഴിയും നമ്മൾ ആ ഗേറ്റ്സിനെ ഇടിച്ച് തകർക്കണം, അല്ലേ? സ്തോത്രം. അങ്ങനെയാണ് ദൈവം നമ്മളെ ബിൽഡ് ചെയ്യുന്നത്. ദൈവത്തിൻ്റെ സഭ വളരുമ്പോൾ, ആമേൻ, അന്ധകാര ശക്തികൾ തകരുവാൻ തക്കവണ്ണം ഇടയായി തീരും. ആമേൻ. ദൈവത്തിൻ്റെ സഭ ഒറ്റക്കെട്ടാണെങ്കിൽ, ദൈവത്തിൻ്റെ സാന്നിധ്യമുള്ള ഒറ്റക്കെട്ടായ ഒരു സഭയാണെങ്കിൽ, ടീമായിട്ട് ഒരുമിച്ച് വർക്ക് ചെയ്യുന്ന ഒരു സഭയും നശിപ്പിക്കാൻ ആർക്കും കഴിയത്തില്ല. ഇൻഫാക്ട് the opposite will happen. That church will keep growing. Amen. The church, God will keep building that church, and the gates of hell cannot destroy it. Unity produces strength, isolation produces weakness. David and Jonathan, a beautiful example of a strong friendship. Stotram. David and Jonathan form one of the strongest friendships in the Bible. Jonathan could have been jealous of David, but instead he chose loyalty and friendship. അവരുടെ ദാവീദ് അല്ലാതെ ഒന്നും ആ സ്തോത്രം ത്രോണിൽ കയറത്തില്ല. ആ സിംഹാസനത്തിൽ ദാവീദ് കയറിയതിൻ്റെ ഒരു വലിയൊരു റീസൺ ജോണത്തനാണ്. സ്തോത്രം. യോനഥാൻ ഇല്ലായിരുന്നെങ്കിൽ ദാവീദിന് ആ പൊസിഷനിലേക്ക് വരുവാൻ തക്കവണ്ണം ഇടയായി തീരത്തില്ല. അല്ലെങ്കിൽ ദാവീദ് കുറച്ചുകൂടെ കഷ്ടപ്പെട്ടാണ്. കാരണം ശൗൽ ഓൾറെഡി ദാവീദിനെതിരെ ഇങ്ങനെ പോരാടുകയാണ്. ഷൗലിൻ്റെ മകൻ യോനാഥാനും കൂടെ ചേർന്നായിരുന്നെങ്കിലോ ഇറ്റ് വുഡ് ഹാവ് ബീൻ ഈവൻ മോർ വേഴ്സ്. പക്ഷേ യോനാഥാൻ ദാവീദിൻ്റെ കൂടെയായിരുന്നു. യോനാഥാൻ ദൈവത്തിൻ്റെ പക്ഷത്തായിരുന്നു. അതുകൊണ്ട് യോനാഥാന് കിട്ടേണ്ടത് നഷ്ടപ്പെട്ടാലും യോനാഥാൻ ആഗ്രഹിച്ചൊരു വലിയൊരു കാര്യം എന്തായിരുന്നു? ദാവീദ് ആ സിംഹാസനത്തിൽ വരണമെന്നായിരുന്നു. സ്തോത്രം. 1 ശമൂവേൽ 18 അധ്യായം 3-4 വാക്യം നമുക്കൊന്ന് വായിക്കാം. 1 Samuel chapter 18 verse 3 and 4. And Jonathan made a solemn pact with David because he loved him as he loved himself. Jonathan sealed the pact by taking off his robe and giving it to David, together with his tunic, sword, bow and belt. യോനാഥാൻ ദാവീദിനെ സ്വന്തം പ്രാണനെ പോലെ സ്നേഹിക്കൊണ്ട് അവനുമായി സഖ്യം ചെയ്തു. യോനാഥാൻ താൻ ധരിച്ചിരുന്ന മേലങ്കി ഊരി അതും തൻ്റെ വസ്ത്രവും വാളും വില്ലും അരക്കച്ചയും ദാവീദിന് കൊടുത്തു. ശൗൽ അയക്കുന്നിടത്തൊക്കെയും ദാവീദ് പോയി കാര്യാദികളെ വിവേകത്തോടെ നടത്തും. അതുകൊണ്ട് ശൗൽ അവനെ പടജനത്തിന് മേധാവിയാക്കി. ഇത് സർവ്വജനത്തിനും ശൗലിൻ്റെ ഭൃത്യന്മാർക്കും ബോധിച്ചു. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഇതൊരു ഭയങ്കര ഒരു ഫ്രണ്ട്ഷിപ്പ് പാക്ട്, സ്ട്രോങ് പാക്ട് ഓഫ് ഫ്രണ്ട്ഷിപ്പ് ഈ ദാവീദും യോനാഥാനും തമ്മിൽ നമുക്ക് കാണാം. യോനാഥാനെ പോലെ നമുക്ക് കൂട്ടുകാരുണ്ടെങ്കിൽ എന്തൊരു നല്ലൊരു കാര്യമാണ്, അല്ലേ? സ്തോത്രം. യോനാഥാനെ പോലെ ഒത്തിരി യോനാഥാന്മാർ ഒരു സഭയിലുണ്ടെങ്കിൽ, യോനാഥാന്മാർ നമ്മുടെ കുടുംബങ്ങളിലുണ്ടെങ്കിൽ, യോനാഥാന്മാർ നമ്മുടെ ജോലി സ്ഥലങ്ങളിലുണ്ടെങ്കിൽ അത് എത്ര ആശ്വാസമാണ്. നമുക്കും ഒരു യോനാഥാനാവാം. ആമേൻ. നമ്മളെല്ലാവരും എനിക്കൊരു യോനാഥാൻ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് പറയും. വി തിങ്ക് I wish we had a Jonathan. What about us? Are we a Jonathan? Amen. നമുക്ക് ജോണത്തൻ ആവാം, അല്ലേ?
നമുക്ക് മറ്റുള്ളവരൊരു ജോണത്തൻ ആയിരുന്നെങ്കിൽ എന്ന് പറയുന്നതിനേക്കാളും നല്ലതാണ് ഞാനൊരു ജോണത്തനാണോ, ഞാനൊരു ജോണത്തൻ ആയിരുന്നെങ്കിൽ നല്ലതായിരുന്നു. ചിലപ്പോൾ നമ്മൾ ജോണത്തൻ ആയാൽ മറ്റുള്ളവരും അതുപോലെ ആകും. പ്രൈസ് ലോർഡ്, ആമേൻ, സ്തോത്രം. അതുകൊണ്ട് അങ്ങനെ ഒരു രീതിയിൽ മുന്നേറാൻ കർത്താവ് സഹായിക്കട്ടെ. ഒരു പഴയ ഒരു ഇല്ലസ്ട്രേഷൻ ഉണ്ട്. നമുക്കറിയാം, ഒരു സ്റ്റിക്കിനെ നമുക്ക് പെട്ടെന്ന് ബ്രേക്ക് ചെയ്യാൻ കഴിയും, അല്ലേ? ഒരു സ്റ്റിക്ക് നമ്മളെടുത്താൽ അതിനെ ഈസിലി ബ്രേക്ക് ചെയ്യാൻ കഴിയും. പക്ഷെ കുറേ സ്റ്റിക്സ് ഒരുമിച്ചോ ഒറ്റക്കട ഒരു കെട്ടിയിട്ട് അതിനെ ബ്രേക്ക് ചെയ്യാൻ കഴിയുമോ? ഇല്ലേ, അതിനെ ബ്രേക്ക് ചെയ്യാൻ കുറച്ച് പ്രയാസമാണ്. അത്രയേ ഉള്ളൂ. പ്രൈസ് ലോർഡ്. സോ സ്ട്രോങ് ടീം ഇറ്റ് കൻ നോട്ട് ബി ബ്രോക്കൺ ഈസിലി. ഞാൻ എൻ്റെ വാക്കുകളോട് ചുരുക്കുമ്പോൾ, അക്വില പ്രിസില്ല എന്ന് പറയുന്ന ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഉണ്ടായിരുന്നു പുതിയ നിയമത്തിൽ. നമ്മൾ പൗലോസിനെ പറ്റി പ്രസംഗിക്കും, എഫെസ്യ സഭയെ പറ്റിയൊക്കെ പ്രസംഗിക്കും. പക്ഷേ ഇതൊന്നും, ഈ ഒരു കപ്പിൾ ഇല്ലായിരുന്നെങ്കിൽ ഇതൊന്നും സംഭവിക്കത്തില്ല. പൗലോസിന് ശുശ്രൂഷ ഒരു തരത്തിലും മുന്നോട്ട് പോകുവാൻ തക്കവണ്ണം ഇവരില്ലാതെ കഴിയത്തില്ല എന്നുള്ള സത്യം നമുക്കറിയാമോ? പ്രൈസ് ലോർഡ്, ആമേൻ. നമുക്കറിയാം, അപ്പോസ്തല പ്രവൃത്തി 18-ാം അധ്യായം 2-3 വാക്യം നമുക്ക് പെട്ടെന്ന് വായിക്കാം. ആക്ട്സ് ചാപ്റ്റർ 18 verses 2 and 3. യഹൂദന്മാരെല്ലാവരും റോമാനഗരം വിട്ടു പോകണമെന്ന് ക്ലൗദ്യസ്യ കൽപ്പിച്ചതുകൊണ്ട് ഇത്തലയിൽ നിന്ന് ആ ഇടയ്ക്ക് വന്നവനായി പൊന്തോസ്കാരൻ അക്വിലാസ് എന്ന പേരുള്ള ഒരു യഹൂദനെയും അവൻ്റെ ഭാര്യ പ്രിസ്കില്ലയെയും കണ്ട് അവരുടെ അടുക്കൽ ചെന്നു. തൊഴിലൊന്നാകൊണ്ട് അവർ അവരോടുകൂടെ പാർത്ത് വേല ചെയ്തു പോന്നു. തൊഴിലോ കൂടാരപ്പണിയായിരുന്നു. Amen. There he became acquainted with a Jew named Aquila, born in Pontus, who had recently arrived from Italy with his wife Priscilla. Paul lived and worked with them, for they were tent makers just as he was. One of the greatest examples of teamwork in the New Testament is a married couple. Amen. The two were not famous apostles, they were ordinary believers who served God together. Amen. പൗലോസിന് വലിയ സപ്പോർട്ടായിരുന്നു അക്വിലയും പ്രിസില്ലയും തൻ്റെ ശുശ്രൂഷയിൽ. ഒരു സ്ഥലത്ത് മാത്രമല്ല, പല സ്ഥലങ്ങളിലും അക്വില, പ്രിസില്ല, ആമേൻ, സ്തോത്രം, പൗലോസിന് വലിയ ഒരു മുതൽക്കൂട്ടായിരുന്നു. പൗലോസിൻ്റെ ശുശ്രൂഷ ശക്തമായി മുന്നേറുവാൻ തക്കവണ്ണം ദൈവം ഉപയോഗിച്ച പലരിൽ ഒരു പ്രധാനപ്പെട്ട ഒരു കുടുംബമാണ്, ഒരു കപ്പിളാണ് അക്വില ആൻഡ് പ്രിസില്ല. പക്ഷേ ഇവരെ പറ്റി പുതിയ നിയമത്തിൽ നമ്മൾ വായിക്കുമ്പോഴൊക്കെ ഇവരെ എപ്പോഴും ഒരുമിച്ചാണ് നമുക്ക് കാണാൻ കഴിയുന്നത്, അല്ലേ? അക്വില എന്ന് മാത്രവും പ്രിസില്ല എന്ന് മാത്രവും വളരെ ചുരുക്കമായിട്ട് നമുക്ക് കാണാൻ കഴിയത്തുള്ളൂ. ഭൂരിപക്ഷം ഭാഗങ്ങൾ എല്ലാവരും അവിടെ എല്ലാം നമുക്ക് കാണുന്നത് ഒന്നെങ്കിൽ അക്വില ആൻഡ് പ്രിസില്ല, അല്ലെങ്കിൽ പ്രിസില്ല ആൻഡ് അക്വില എന്നാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. സ്തോത്രം. അവർ ഒരുമിച്ച് കാര്യങ്ങൾ ചെയ്തു, ഒരുമിച്ച് അവർ പ്രവർത്തിച്ചു, ഒരുമിച്ച് ജോലി ചെയ്തു, ഒരുമിച്ച് ദൈവത്തിനുണ്ടെന്നു, ഒരുമിച്ച് ദേവദാസന്മാരെ സഹായിച്ചു, ഒരുമിച്ച് ദൈവരാജ്യത്തിൻ്റെ പ്രവർത്തിക്ക് വേണ്ടി മുന്നേറി. അതുകൊണ്ടാണ് ആ കാലഘട്ടത്തിൽ സഭ വളരെയധികം പ്രതികൂലത്തിൽ കൂടി കടന്നു പോകുമ്പോൾ ഇവർ വലിയൊരു ആശ്വാസമായിരുന്നു. Amen. And they were so good that they had the capability to correct even pastors. ഇല്ലേ? അപ്പോളോസ് വലിയ അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രാസംഗികനായിരുന്നു, ഫേമസ് ആയിട്ടുള്ള ഒരു പ്രാസംഗികനായിരുന്നു. പൗലോസിനേക്കാൾ നന്നായി പ്രസംഗിക്കാൻ അറിയാവുന്ന ഒരാളും കൂടിയാണ് അപ്പോളോസ്. അത് പൗലോസ് തന്നെ ഇൻഡയറക്റ്റ്ലി അത് ലേഖനങ്ങളിൽ സംവദിക്കുന്നുണ്ട്. അങ്ങനെയുള്ള അപ്പോളോസ് തെറ്റായിട്ടുള്ളൊരു കാര്യം, ഒരു മിസ്റ്റേക്ക് പ്രസംഗിച്ചപ്പോൾ അപ്പോളോസിനെ കറക്റ്റ് ചെയ്യാൻ ഉപയോഗിച്ചത് ഈ ഒരു കപ്പിളിനെയാണ്. സ്തോത്രം. അക്വില ആൻഡ് പ്രിസില്ലയാണ് ദൈവം ഉപയോഗിച്ചത്. നമുക്കറിയാം, അപ്പോസ്തല പ്രവൃത്തി 18-26 നമ്മൾ വായിക്കുന്നു. When Priscilla and Aquila heard him preaching boldly in the synagogue, they took him aside and explained in the way of God even more accurately. Amen. Even more accurately. So they built the kingdom of God not alone but together, and they couldn't do it alone. നമ്മൾ പൗലോസ് ഒറ്റയ്ക്കായിരുന്നല്ലോ, പൗലോസ് കല്യാണമൊന്നും കഴിച്ചില്ലല്ലോ. പക്ഷെ പൗലോസ് ഒറ്റയ്ക്കായിരുന്നോ? പൗലോസ് ഒറ്റയ്ക്കല്ലായിരുന്നു. ആമേൻ. കല്യാണം കഴിച്ചില്ലെന്ന് ഓർത്തുകൊണ്ട് കല്യാണം കഴിക്കാത്തവരെല്ലാവരും ഒറ്റയ്ക്കാണെന്നോ? അല്ല. പ്രൈസ് ദി ലോർഡ്. പൗലോസ് കല്യാണം കഴിച്ചില്ല because he knew that he would not be able to be a good husband because of all his traveling and things like that. But he wasn't alone. He had people with him. Amen. He had Timothy, he had Silas, he had Luke, he had Aquila, he had Priscilla, he had so many people. He had Barnabas, he had Mark. Amen. എത്ര പേരാണ് പൗലോസിനോട് കൂടി ഉണ്ടായിരുന്നത്? ഇവരൊന്നും ഇല്ലായെങ്കിൽ പൗലോസിന് മുന്നോട്ട് പോകാൻ കഴിയത്തില്ല. പൗലോസ് വളരെ റെയറായിട്ടാണ് ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്തിട്ടുള്ളത്. പൗലോസിൻ്റെ മിഷണറി ജേണിലൊക്കെയും പൗലോസിൻ്റെ കൂട്ടത്തിൽ ആരെങ്കിലുമൊക്കെ ഉണ്ടായിരുന്നു. ആദ്യമേ ബാർണബാസ് ഉണ്ടായിരുന്നു, മർക്കോസ് ഉണ്ടായിരുന്നു. മർക്കോസിൻ്റെ പേരിൽ ഒരു ചെറിയൊരു ഡിസഗ്രിമെൻ്റ് ഉണ്ടായപ്പോഴത്തേക്കും പൗലോസിന് വേണമെങ്കിൽ തന്നെ പോകാൻ പറ്റില്ല. പക്ഷേ പൗലോസ് ആരെ കൂട്ടി? സൈലസിനെ കൂട്ടി, ഇല്ലേ? സൈലസിനെ കൂട്ടി, ഷീലാസിനെയും കൂടെ കൂട്ടിക്കൊണ്ട് പോയി. അങ്ങനെ പൗലോസ് ഒറ്റയ്ക്കൊന്നുമല്ല കാര്യങ്ങൾ ചെയ്തു. പൗലോസിനും ഒരു ടീമുണ്ടായിരുന്നു. പ്രൈസ് ദി ലോർഡ്.
അപ്പോൾ നമ്മളും ഒരു ടീമാണ്. സ്തോത്രം. നമ്മളും ഒരു സഭയായ നമ്മുടെ കുടുംബങ്ങൾ നമ്മളൊരു ടീമാണെന്നും ആ ടീമായിട്ട് ഒരുമിച്ച് നിന്നാൽ മാത്രമേ നമുക്കും ഗുണമുള്ളൂ, ദൈവരാജ്യത്തിനും ഗുണമുള്ളൂ. സ്തോത്രം. നമ്മളെ ദൈവം വിളിച്ചിരിക്കുന്നത് ഈ ലോകത്തിൽ തന്നെ കുറച്ച് ഒരു സാമ്രാജ്യം കെട്ടിപ്പിടുത്ത് പണിത് നമ്മുടെ ഇഷ്ടത്തിന് ജീവിക്കാൻ വേണ്ടിയല്ല, ദൈവത്തിന് വേണ്ടി ജീവിക്കാനാണ്. ദൈവത്തിന് വേണ്ടി ജീവിക്കണമെങ്കിൽ നമുക്ക് ഒറ്റയ്ക്കൊന്നും ചെയ്യാൻ കഴിയത്തില്ല. ദൈവത്തിൻ്റെ സഹായം ആവശ്യമാണ്. ദൈവം നമ്മുടെ ജീവിതത്തിൽ തന്ന കുറേ വ്യക്തികളുണ്ട്, അവരുടെ സഹായവും നമുക്ക് ആവശ്യമാണ്. ആമേൻ. നമ്മൾ മുന്നേറാൻ നമ്മൾ മാത്രം പ്രാർത്ഥിച്ചാൽ പോരാ, നമുക്ക് വേണ്ടി അനേകർ പ്രാർത്ഥിക്കുന്നുണ്ടായിരിക്കണം. പ്രൈസ് ലോർഡ്. അതുകൊണ്ടാണല്ലോ നമ്മൾ എപ്പോഴും പറയുന്നത്, നിങ്ങളെല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. പ്ലീസ് പ്രേ ഫോർ മീ. ബിക്കോസ് ഞാൻ എപ്പോഴും പറയും, ആമേൻ, എനിക്ക് പോലും അറിയാൻ മേലാത്ത അനേകർ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ നിലനിൽക്കുന്നത്. സ്തോത്രം. അതുകൊണ്ടാണ് ഞാൻ വിശ്വാസം നിലനിൽക്കുന്നത്. അതുകൊണ്ടാണ് എനിക്ക് ദൈവത്തിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യുവാൻ തക്കവണ്ണം ഇടയായിത്തീരുന്നത്. അല്ലാതെ എൻ്റെ കഴിവോ എൻ്റെ ബുദ്ധിയോ എൻ്റെ ശക്തിയോ എൻ്റെ നോളജ് ഇതൊന്നുമല്ല. എല്ലാം ദൈവത്തിൻ്റെ കൃപയും അനേകരുടെ പ്രാർത്ഥനയാണ്. സ്തോത്രം. അതുകൊണ്ട് വി നീഡ് ഈച്ച് അതർ. നമ്മുടെ കണ്ണുകളെ നമുക്ക് നടക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. സ്തോത്രം. നമുക്ക് നമ്മളെ തന്നെ വളരെ സിമ്പിളായിട്ടുള്ളൊരു വചനമാണ്, നമുക്കറിയാവുന്ന കാര്യം തന്നെയാണ് ഞാനിന്ന് ഷെയർ ചെയ്തത്. പക്ഷേ എന്തോ ദൈവത്തിൻ്റെ ആത്മാവിന് നമ്മളെ ഒന്നുകൂടി ഒന്ന് റിമൈൻഡ് ചെയ്യുവാൻ തക്കവണ്ണം ആഗ്രഹിക്കുന്നു. സ്തോത്രം. ആമേൻ. ഹല്ലേലൂയ. ഇതിൻ്റെ ഒരു ചെറിയൊരു കാര്യം, പ്രൈസ് ദി ലോർഡ്, ഒരു മെസ്സേജ് നമ്മൾ ഇന്നലെയും നമ്മൾ കേൾക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ഈ ദിവസങ്ങളിൽ ഹല്ലേലൂയ നമുക്ക് ഒറ്റയ്ക്കല്ല, ഒരുമിച്ച് ദൈവത്തിന് വേണ്ടി പ്രവർത്തിപ്പാൻ തക്കവണ്ണം ഇടയായി തീരണം. അതിന് ദൈവം വളരെയധികം ആഗ്രഹിക്കുന്നു. കാരണം എന്തെന്നറിയാമോ? നമ്മുടെ കർത്താവായ യേശു വേഗം വരുന്നു. പ്രൈസ് ദി ലോർഡ്. Our Lord Jesus is coming back soon and we have so much to do and so little time. Amen. We don't have a lot of time left. We need to do a lot of things. Amen. For the glory of God, for the kingdom of God, and we can only do it together. Hallelujah. Because we are stronger together. A team achieves more. A team helps someone when someone falls. Amen. A team is stronger together. God never intended us to walk alone. God called us to serve together, to support each other, to encourage each other, and to build his kingdom together. Because when God's people unite, they become a cord that is not broken easily. Amen. We become a cord that is not broken easily. And when we work together and walk together like Aquila and Priscilla, like Paul and Barnabas, amen, like David and Jonathan, the work of God becomes stronger, it becomes wider, it becomes more powerful than any one person could accomplish alone. Because we are a team. Amen. നമ്മൾ ഒരു ടീമാണ്. നമുക്ക് ഒറ്റയ്ക്ക് ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. ദൈവത്തിൻ്റെ സഹായമില്ല നമുക്കൊന്നും ചെയ്യാൻ കഴിയത്തില്ല. ദൈവം തന്നിരിക്കുന്നവരുടെ സഹായമില്ലാതെയും നമുക്ക് ദൈവത്തിന് വേണ്ടി പ്രവർത്തിപ്പാൻ ഇടയായി തീരത്തില്ല. We are a team and therefore let us submit ourselves into the hands of God. Amen. To work together for his glory because time is running out. Amen. നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗ്ഗസ്ഥനായ പിതാവേ, നല്ല സമയത്തിനായി ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു കർത്താവേ. ഞങ്ങളെ കേൾപ്പിച്ച വചനങ്ങൾക്കായി സ്തോത്രം. ദൈവമേ കർത്താവേ, സങ്കീർത്തനത്തിൽ കൂടി ദൈവമേ കർത്താവേ, ആര് ലജിച്ചു പോകും, ആര് ലജിച്ചു പോകത്തില്ല, ദൈവമേ ലജിക്കാതിരിക്കേണ്ടതിന് എന്ത് ചെയ്യണമെന്നൊക്കെയും അങ്ങയുടെ ദാസർ കൂടി ഞങ്ങളെ കേൾപ്പിച്ചല്ലോ. ദൈവം അങ്ങനെ ലജിച്ചു പോകാതെ ദൈവമേ കർത്താവ് അങ്ങേക്ക് വേണ്ടി നിലകൊള്ളുവാൻ ഞങ്ങൾ അങ്ങയുടെ കരങ്ങളിലേക്ക് സമ്പൂർണ്ണമായി സമർപ്പിക്കുന്നു. ഇപ്പോൾ അങ്ങ് ഞങ്ങളെ കേൾപ്പിച്ചതുപോലെ ദൈവം അങ്ങേക്ക് വേണ്ടി പലതും ചെയ്യാൻ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. ദൈവമേ കർത്താവ് അങ്ങയുടെ നാമം ഞങ്ങൾ കൂടി മഹത്വപ്പെടണം ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ പലപ്പോഴും ഒറ്റയ്ക്ക് കാര്യങ്ങൾ ചെയ്യാമെന്നുള്ള ചിന്തയിൽ, അങ്ങനെ ഉള്ളൊരു പ്രൈഡിലൊക്കെ, അങ്ങനെ ഈഗോയിൽ പലരും ആയിരിക്കുമ്പോൾ അനേകർക്ക് അവരുടെ പൊട്ടൻഷ്യൽ ദൈവമേ കർത്താവെ ഫുൾഫിൽ ചെയ്യാൻ കഴിയാതെ അത് നശിച്ചു പോകുന്നു. അനേകരുടെ താലന്തുകൾ നശിച്ചു പോകുന്നല്ലോ. എന്നാൽ ഈ ദിവസങ്ങളിൽ ദൈവം ഞങ്ങൾക്ക് തന്നിട്ടുള്ളവർ, ദൈവം ഞങ്ങളുടെ ജീവിതത്തിൽ തന്നിട്ടുള്ളവർ, ഞങ്ങളുടെ കുടുംബങ്ങളിൽ, ഞങ്ങളുടെ സഭകളിൽ, ഞങ്ങളുടെ ജോലി സ്ഥലങ്ങളിൽ, ഞങ്ങളുടെ കൂട്ടുകാരിൽ അങ്ങ് തന്നിട്ടുള്ളവരെ ശുശ്രൂഷിപ്പാനും അവരുടെ കൂടെ ഒരുമിച്ച് നിന്നും കൊണ്ട് അങ്ങയുടെ രാജ്യത്തിന് വേണ്ടി പ്രവർത്തിപ്പാൻ ഞങ്ങളെ കർത്താവ് അങ്ങയുടെ കരങ്ങളിലേക്ക് സമ്പൂർണ്ണമായി സമർപ്പിക്കുന്നു. ഈ ബാൺസ്റ്റപ്പിൾ സഭയെ അതിനായി അങ്ങ് എടുത്ത് ഉപയോഗിക്കണം. ഒരു ഒറ്റക്കെട്ട ഒരു ടീമായി ദേവദാസനോട് കൂടെ ചേർന്ന് നിന്നുകൊണ്ട് ഈ ദേശത്തിന് വേണ്ടി കർത്താവ് ഇടിൽ നിന്ന് പ്രാർത്ഥിപ്പാനും അങ്ങേക്ക് വേണ്ടി കർത്താവെ പ്രവർത്തിപ്പാനും അങ്ങേക്ക് വേണ്ടി പ്രയോജനപ്പെടുവാനും ദൈവം അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തുവാനൊക്കെ കർത്താവ് സഹായിക്കണമേ. കാരണം അങ്ങയുടെ പുത്രനായ യേശു വേഗം വരുന്നു. ലോക സംഭവങ്ങൾ അത് വിളിച്ചറിയിക്കുന്നു. അതുകൊണ്ട്
സമയം ഒട്ടും കളയാതെ അങ്ങേക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ, അങ്ങേക്ക് വേണ്ടി നിലകൊള്ളുവാൻ, അത് ഒറ്റയ്ക്കല്ല ഒരുമിച്ചത് ചെയ്യുവാൻ കർത്താവേ ഞങ്ങളെ സഹായിക്കണമേ. അങ്ങനെ വലിയൊരു ഐക്യത, ഒരു വലിയൊരു ശക്തി അങ്ങയുടെ ആത്മാവിൽ നിന്ന് ലഭിക്കുന്ന ശക്തിയാൽ ഞങ്ങൾ ഓരോരുത്തരും അങ്ങ് നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. പ്രാർത്ഥനകളുടെ ഓർത്ത് സ്തോത്രം, മാനവും മൗത്വം അങ്ങെടുക്കണം യേശുവിൻ നാമത്തിൽ തന്നെ. പ്രൈസ് ദി ലോർഡ്. നമ്മൾ കേട്ട അനുഗ്രഹിക്കപ്പെട്ട നല്ല വചനത്തിനായി കരങ്ങൾ ദൈവത്തിന് സ്തോത്രം ചെയ്യാം.